നീ തീരുമാനിച്ച കാര്യങ്ങൾ സീരിയസ് ആയിട്ട് നീ ചെയ്യാ, ഞാൻ തീരുമാനിച്ച കാര്യങ്ങൾ വെരി സീരിയസ് ആയിട്ട് ഞാൻ ചെയ്യാ. ഏതാ വിജയിക്കാന്ന് നോക്കാലോ. നീ ഒന്ന് ശ്രമിച്ചു നോക്ക് അല്ലേ? മാമാ ഇപ്പൊ പങ്കിയമ്മാവൻ എന്താ പറഞ്ഞിട്ട് പോയത്? എനിക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് പിടികിട്ടിയില്ലെങ്കിലും കല്യാണം നീ മുടക്കാമെങ്കിൽ മുടക്കിക്കോ എന്നൊരു അനുവാദം തന്ന പോലെ എനിക്ക് തോന്നിയത്. പങ്കിയമ്മാവന് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്നാ തോന്നണേട്ടാ. അതുമല്ല ഇവളെ നോക്കി ചിരിയും ചിരിച്ചിട്ട് പോയായിരുന്നു. അത് ഞാനും കണ്ടു മാമാ. ഇനിയിപ്പോ ഇവളെ കെട്ടാനായിരിക്കുമോ താല്പര്യം? മാമാ എന്താ പിന്നെ ഈ പങ്കിയമ്മാവന് മാമനോട് തുറന്നു പറഞ്ഞൂടെ ഈ കല്യാണം ഒന്ന് മുടക്കിത്താന്ന്? അതെങ്ങനെ പറയും? ഞാൻ അമ്മാവനും പുള്ളി മരുമോനും അല്ല, പുള്ളി അമ്മാവനും ഞാൻ മരുമോനോ. അപ്പൊ എങ്ങനെ വന്ന് എന്റെ അടുത്ത് പറയും ഇവളെ ഇഷ്ടമാണ് മറ്റേ കല്യാണം മുടക്കി തന്നോന്ന് എന്നോട് പറയാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അമ്മാവന്റെ മനസ്സ് മനസ്സിലാക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്തു കൊടുക്കണം. എന്തായാലും ഈ കല്യാണം മുടക്കണം. മാമാ അങ്ങനെയാണെങ്കിൽ ഈ ഫോൺ വില കൊണ്ട് മാത്രം കാര്യമില്ല. ഇതിനെക്കാട്ടും വലിയ സ്ട്രോങ് ഐഡിയ കണ്ടെത്തി ചെയ്താലേ നമുക്ക് ഈ കല്യാണം മുടക്കാൻ പറ്റുള്ളൂ. ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. ആണോ? എന്താ ഐഡിയ മാമാ? അത് പറയാനുള്ളതല്ല, പ്രവർത്തിച്ച് കാണിക്കാനുള്ളതാ. എന്തായാലും ഈ കല്യാണം മുടങ്ങുന്നുള്ള കാര്യം ഉറപ്പാ. കുമാരി, ഇവിടെ മൊത്തം അടഞ്ഞു കിടക്കുക കേട്ടോ. അവിടെ കുടി ഒന്നുകൂടി വലുതാക്കേണ്ടി വരും. ആ പുണ്യേട്ട വലുതാക്ക്. പുണ്യേട്ടൻ വലുതാക്കേ? ആ നിനക്കിപ്പോ ഈ തൊഴുത്തിന്റെ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയില്ല കേട്ടോ കുമാരി. പണ്ടേ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഇവിടെ വരുമ്പോ നിനക്ക് ഭയങ്കര ശ്രദ്ധയായിരുന്നു. ഈ തൊഴുത്തിൽ വന്നിട്ട് അവിടെ എന്താ അത് പൊട്ടിക്കിടക്കണേ, അത് കെട്ടുക പുണ്യേട്ടാ, ഇന്ന് അവിടെ പൊളിഞ്ഞു കിടക്കണം, നന്നാക്കുക പുണ്യേട്ടാ, എന്നിട്ട് എന്നെ സഹായിക്കായിരുന്നു. ഓർമ്മയുണ്ടോ നിനക്ക്? ആ കല്യാണം കഴിഞ്ഞ ശേഷം നിന്നെ തൊഴുത്തിലേക്ക് കിട്ടാനേ ഇല്ല ഇപ്പൊ. ഇല്ല പുണ്യേട്ട, ഞാൻ കുഞ്ഞാവയുടെ കാര്യങ്ങളൊക്കെ നോക്കി തിരക്കില്ലല്ലേ. ആ പുണ്യേട്ട ഉണ്ടല്ലോ 24 മണിക്കൂർ ഇവിടെ. പിന്നെ എന്തിനാ ഞാൻ? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും എനിക്ക്, അത്രേ ഉള്ളൂ. പിന്നെ അമ്മ പറഞ്ഞു പങ്കിയമ്മാവന്റെ കല്യാണം കഴിയണവരെ ഇനി പാല് പുറത്തെടുക്കണ്ടാന്ന്. എനിക്ക് മനസ്സിലാവണില്ല, കല്യാണത്തിന് എത്ര ദിവസം ഉണ്ട്, ഇപ്പോഴേ പാല് പുറത്തു കൊടുക്കാണ്ടിരുന്നിട്ട് എത്ര നഷ്ടം വരും നമുക്ക്? ആ പുണ്യേട്ടൻ അങ്ങനെ ആലോചിക്കണ്ടല്ലോ, അത് മതി. ദേ ഇങ്ങോട്ടേ, ഇങ്ങോട്ട് വാ. എന്തേ ഇവിടെ ഇരിക്കി. ഇവിടെയോ? ആ പറ. അതെ, ഈ പാല് പുറത്തു കൊടുക്കാതെ ഇവിടെ കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, കല്യാണത്തിനോട് അടുപ്പിച്ചുള്ള ദിവസങ്ങൾ മതി കേട്ടോ. മതി. അത് നീ അമ്മയടുത്തൊന്ന് പറഞ്ഞേക്ക്. ഞാൻ പറയില്ല, അതാ പുണ്യേട്ട പറഞ്ഞാ മതി. പുറത്തു കൊടുത്താൽ നമുക്ക് പൈസ കിട്ടണമല്ലേ പുണ്യേട്ടാ? ആ ഇനിയിപ്പൊ ഇവിടെ കൊടുത്താൽ അമ്മ എന്തെങ്കിലും പൈസ തരോ ആവോ? ഇവിടുന്ന് കാശ് മേടിക്കേ, നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് എടുത്തിട്ടോ. എന്താ പുണ്യേട്ട ഇങ്ങനെ ദുരാഗ്രഹം പറയല്ലോ കുമാരി. ഞാൻ ദുരാഗ്രഹം പറഞ്ഞൊന്നുമല്ല. ആ പുണ്യേട്ട പുറത്തു കൊടുത്താൽ നമുക്ക് പൈസ കിട്ടണതല്ലേ, ഇത്രയും ദിവസത്തെ വരുമാനം നമുക്ക് നിലയ്ക്കല്ലേ. അത് സാരില്ല. ആ പുണ്യേട്ട ചെലവുകൾ കൂടി വരാണ്. ആ കല്യാണത്തിന്റെ ചെലവല്ലേ, അത് നമ്മൾ എന്തായാലും ചെയ്യണ്ടേ? എന്ത് ചെയ്യണ്ടേന്ന്? അല്ല അമ്മാവന് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കണ്ടേ? വാങ്ങിച്ചൊക്കെ കൊടുത്തോ, പക്ഷെ എല്ലാ ചെലവും കൂടെ തല ഏറ്റരുത്. ആ കുട്ടി വലുതായി വരാ, നമുക്കും ഉണ്ട് ചെലവുകളെ. എന്തിപ്പോ വലുതായി വരുന്നതിന് ചെലവ്? ഈ അപ്പുണ്ണേട്ടൻ ഇതിപ്പോ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക. അപ്പുണ്ണേട്ടാ ഇപ്പൊ പങ്കിയാമ്മൻ കല്യാണം കഴിച്ച ഒരു കുടുംബാവും, നമ്മളൊരു കുടുംബാണ്. അങ്ങനെ ഇവിടെ കുറെ ആൾക്കാരുണ്ട്, എല്ലാ ചെലവും കൂടെ അപ്പുണ്ണേട്ടൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലേ നമ്മളാണ് അവസാനം പെട്ടുപോവാ. അതൊന്നും ഞാൻ ചെയ്യില്ല. ആ കുട്ടി ഇതാന്ന് പറയുമ്പോഴത്തേക്ക് വലുതാവും, പിന്നെ ഇനി അവന് സ്കൂളിലൊക്കെ വിടണ്ടേ? സ്കൂളിൽ വിടാൻ എന്താ ചെലവുള്ളേ? ബാഗ്, ഷൂസ്, പുസ്തകം, പെൻസില്, പിന്നെ ചേർന്നതിന് 2.5 ലക്ഷം രൂപയൊക്കെ ചോദിക്കണേ. 2 ലക്ഷം രൂപയോ? എന്താ അവൻ ആദ്യം MBBS വിടണ നീ? ഓ എന്റെ അപ്പുണ്ണേട്ടാ, ഇപ്പൊ അങ്ങനെയൊക്കെയാണ്. LKG ചേർന്നതിന് വരെ 2.5 ലക്ഷം രൂപയൊക്കെ കൊടുക്കണം. സർക്കാർ സ്കൂളിൽ 2.5 ലക്ഷം രൂപ കൊടുക്കാനോ? സർക്കാർ സ്കൂളാ? ഞാനല്ല പ്രൈവറ്റ് സ്കൂളിൽ എന്റെ മോനെ വിടണേ. ആ പ്രൈവറ്റ് സ്കൂളൊന്നും എന്റെ മോനെ വിടണ്ട, അവനെ സർക്കാർ സ്കൂളിൽ പഠിച്ചാൽ മതി. അപ്പുണ്ണേട്ടാ അത് ശരിയാവില്ല, അവന് നല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്, ആ പ്രൈവറ്റ് സ്കൂളിൽ പോയാൽ മതി. അതെ സർക്കാർ സ്കൂളിൽ പഠിച്ചിട്ടാ ഞാൻ ഈ നിലയിലേക്ക് എത്തിയത്. ഏത് നിലയില്? ഈ നിലയിലേക്ക് എത്തിയില്ലേ? എവിടെ? ഇങ്ങനെ തൊഴുത്തിലിരിക്കുന്നതാ? എന്താ തൊഴുത്തിന് ഇത്ര കുഴപ്പം? ഈ തൊഴുത്തോളാണ് ഇവിടെ 4 നേരം എല്ലാരും ഭക്ഷണം കഴിക്കണേ. ഞാൻ അതൊന്നും പറഞ്ഞില്ല അപ്പുണ്ണേട്ടാ, എന്റെ മോനെ നല്ല സ്കൂളിൽ വിടണം. അവനെ സാധാരണക്കാരനായിട്ട്
സർക്കാർ സ്കൂളിൽ പഠിച്ചാൽ മതി. അത് പറ്റില്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ ആ സമയമാകുമ്പോൾ ഞാൻ തീരുമാനിച്ചോളും. എന്റെ അപ്പുണ്ണിയുടെ ഇപ്പോഴത്തെ കാലം പോലെയൊന്നും അല്ല. അവന്റെ കാലൊക്കെ ആകുമ്പോ കുറച്ചുകൂടി മത്സരം കൂടുതലായിരിക്കും. നല്ല സ്കൂളിൽ പഠിച്ചാലേ അവന് നല്ല ജോലി കിട്ടുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ സർക്കാർ സ്കൂളിലല്ലേ പഠിച്ചേ? പിന്നെ നീ PSC നിനക്കിപ്പോ സർക്കാർ ഉദ്യോഗം കിട്ടില്ല, അതെങ്ങനെയാ? അപ്പുണ്ണിയേട്ടാ, അത് ഈ കാലം. ഒരു 10-15 വർഷം കഴിയുമ്പോ എന്താ അവസ്ഥ അറിയാമോ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ സ്കൂളിൽ ചേർക്കണതാണോ വലിയ കാര്യം? ദേ ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവണം. അതുകൊണ്ട് ഓരോ രൂപയും ചെലവാക്കുമ്പോ അപ്പുണ്ണിയേട്ടൻ ഓർക്കണം, ഓ കുമാരി നമ്മുടെ മോൻ, അങ്ങനെ ഓർക്കണം കേട്ടോ. ചെലവാക്കുമ്പോ ശ്രദ്ധിക്കോ? ശ്രദ്ധിച്ചോളാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ആ പുണ്യേട്ടനെ എന്നോട് പറഞ്ഞാൽ മതി എന്തൊക്കെയാണ് ചെലവാക്കാൻ പോണേന്ന്. അപ്പൊ ഞാൻ പറയാം എന്തിനൊക്കെ ചെലവാക്കണം എന്ന്. ഒന്നും ചെലവാക്കേണ്ടി വരില്ല. എന്താ പുണ്യേട്ടൻ അങ്ങനെ ഉണ്ടാവാൻ പോണേ? എനിക്കറിയാം നിന്റെ മനസ്സ്. എന്താ എന്റെ മനസ്സ്? ഞാൻ നമ്മുടെ നല്ലതിന് വേണ്ടിട്ടല്ലേ പറയണു. ഞാനും നമ്മുടെ നല്ലതിന് വേണ്ടിട്ട് തന്നെയാ പറയണേ. അപ്പച്ചി പറഞ്ഞ ഒന്നും എനിക്ക് അംഗീകരിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞത് എന്താ തെറ്റ്? അപ്പച്ചി പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, പക്ഷെ എനിക്കത് സമ്മതിച്ചു തരാൻ പറ്റൂല. എടി തെറ്റില്ലെങ്കിൽ പിന്നെ അംഗീകരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? അപ്പച്ചി പ്രായം കൊണ്ട് അപ്പച്ചി എന്റെ സീനിയർ ആയിരിക്കും, പക്ഷെ അനുഭവം കൊണ്ട് അപ്പച്ചി എന്റെ ജൂനിയറാ. അവ നിന്റെ മനസ്സിൽ വെച്ചാൽ മതി. ഞാൻ പറയുന്നത് എന്താ പ്രശ്നം വെച്ചാൽ ഒന്നും കൂടെ പറഞ്ഞു കേക്കട്ടെ. എടാ അപ്പുണ്ണി, പങ്കിയുടെ കല്യാണം ഉറപ്പിച്ച സ്ഥിതിക്ക് ആ കന്നടക്കാരി സാറാമ്മയെ ഇവിടെ വാടകയ്ക്ക് താമസിപ്പിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. സാറാമ്മ കന്നടക്കാരി അല്ലല്ലോ, മലയാളിയാണല്ലോ. അങ്ങോട്ട് കൊടുക്കടി ഓർണം. എടാ കന്നടക്കാരി. ഓ കന്നഡ വെച്ചത്. അതെ, ഈ പങ്കിയമ്മാവന്റെ കല്യാണം സാറാമ്മ ഇവിടെ വാടകയ്ക്ക് താമസിക്കണ പോലെ എന്താ ബന്ധം? ഇതേ അപ്പുണ്ണി ഞാനും ചോദിച്ചുള്ളൂ, ഇത് തമ്മിൽ ഇപ്പൊ എന്താ ബന്ധം? ഇതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള വഴക്ക്. ബന്ധമുണ്ട്. എന്ത് ബന്ധം? കല്യാണം ഉറപ്പിച്ച ഒരു പയ്യന്റെ വീട്ടിൽ ഒരു ബന്ധവും ഇല്ലാത്ത അവിവാഹിതയായ ഒരു സ്ത്രീ താമസിക്കുന്നത് ശരിയാണോ? ആണോ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ പറഞ്ഞു വിട്ടേക്കാൻ നിന്റെ അമ്മയോട് പറഞ്ഞേക്കാം. കറക്റ്റ് അപ്പച്ചി പറഞ്ഞത്. എന്ത് കറക്റ്റ്? എന്ത് കറക്റ്റെന്നോ? പങ്ക്യാമന്റെ കല്യാണം ആവുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഈ വീട്ടിൽ വന്നു പോയി ഇരിക്കില്ലേ? പിന്നെ അപ്പൊ ഈ ആൾക്കാരൊക്കെ ചോദിക്കും, ഒരു ബന്ധമില്ലാത്ത ഈ പെണ്ണെന്തിനാ ഇവിടെ താമസിക്കണേന്ന്. അത് ഈ കുടുംബത്തിനല്ലേ നാണക്കേട്. എത്രയും പെട്ടെന്ന് അവരെ ഇവിടുന്ന് ഇറക്കി വിടണം. അപ്പച്ചിയുടെ നേതൃത്വത്തിൽ വേഗം ഇറക്കി വിട്ടോ. അതെ, ഒരു കാര്യം പറയാ, കല്യാണമാണ് വരുന്നത്, ഒരുപാട് പണി ഉണ്ടാവും. അടുക്കളയിലേക്ക് ഒരു സ്ത്രീനെ കിട്ടണ ഒഴിവാക്കണ്ട. അയ്യാ, അടുക്കളപ്പണി ചെയ്യണ ഒരാള് അപ്പച്ചിക്ക് കേക്കണോ? ചായ ഇല്ലേ, ചായ മേട ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കണോ? ഇങ്ങോട്ട് ഇറങ്ങി വരില്ല. അല്ലിപ്പൊ കുമാരി പറഞ്ഞു വരുന്നത് സാറാമ്മ ഇവിടുന്ന് ഇറക്കി വിടണോന്നാണോ? പിന്നെ അതല്ലേ ശരി? അതാണോ കറക്റ്റ്? ആണ്. പിന്നെ എന്തിനും നോക്കി നിൽക്കുന്ന അവരെ ഇറക്കി വിടപ്പച്ചി. നിന്നോട് ഞാൻ അതല്ലേ നേരത്തെ പറഞ്ഞത്. അതെ, അതെന്താന്നറിയാ, എനിക്ക് ചെറിയൊരു ഈഗോ ഉണ്ട് അപ്പച്ചി. എന്തുകൊണ്ടത്? ഈഗോ. അതെ, ആദ്യം പറയുന്ന ഒന്നും ഞാൻ അംഗീകരിക്കില്ല, പിന്നീട് അംഗീകരിക്കത്തുള്ളൂ. കുമാരി പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. ഒന്നും കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു വിട്ടാ പറയാ സാറാമ്മനെ. അയ്യോ അങ്ങനല്ല അപ്പുണ്ണി, ഈ അവിവാഹിതയായ ഒരു സ്ത്രീ ഈ വീട്ടിൽ തുടരുന്നത് നമ്മുടെ അന്തസ്സിന് ചേരുന്നതല്ല, ചീത്തപ്പരുണ്ടാവും. അവര് പോണോണ്ട് അപ്പുണ്ണിയുടെ എന്താ കുഴപ്പം? അവരൊരു പാവല്ലേ? ഒരു പാവമല്ല അപ്പച്ചി, എത്രയും പെട്ടെന്ന് അവരെ പറഞ്ഞു വിടണം. ഏതായാലും ഞാൻ സീതാലക്ഷ്മിയുമായി ഈ കാര്യത്തെ പറ്റി ഗൗരവമായിട്ടൊന്ന് ചർച്ച ചെയ്യണം. അപ്പച്ചി ഞാൻ പറഞ്ഞോ? അപ്പച്ചി അമ്മ നന്നായിട്ട് ചർച്ച ചെയ്യുമല്ലോ, അവസാനം നമ്മൾ ചെന്നാ മതിയല്ലോ അല്ലേ? അപ്പച്ചി അതിൽ കൂടി കൊളാക്കൊന്നെങ്കിൽ പേടിയുണ്ട്. ഒന്നുമില്ല, സാറാമ്മ ഇവിടുന്ന് പോണ തന്നെയാ നല്ലത്. എന്നാ പിന്നെ പോട്ടല്ലേ? പിന്നല്ല. ഞാൻ എന്തെങ്കിലും സഹായിക്കണോ? വേണ്ട, പുല്ല് പറിച്ചോണ്ട് വരാം. വേണ്ടേ. നന്ദിനി രമണി എവിടാ കെട്ടിയേ? പറമ്പിലുണ്ട്, പോയി നോക്കിക്കോ. എന്നാ പിന്നെ ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വരാം, ആണ്ട് വർത്താനം പറഞ്ഞിട്ട് വരാം. അപ്പുണ്ണിട്ടാ, ഈ സുലൂത്തൊക്കെ ആരോടെങ്കിലും വർത്താനം പറയണമെന്നേ ഉള്ളൂ, മനുഷ്യര് തന്നെ വേണമെന്നൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടാ, പാവം. ഇങ്ങനെ രാവിലെ എണീക്കാ വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പുണ്ണിട്ടാ, നമ്മുടെ അപ്പച്ചി ഉണ്ടല്ലോ, ചില സമയത്ത് പറയണ കാര്യങ്ങള് കറക്റ്റാ. ഇപ്പൊ അപ്പച്ചെടുത്ത തീരുമാനം എന്തുകൊണ്ട് നല്ലതാ. എന്താ പുണ്യേട്ടാ, ഞാൻ കുറച്ചൊരു റെസ്റ്റ് എടുക്കാനല്ലേ ഇവിടെ വന്നിരിക്കണേ. ഇത്തിരി വെള്ളം എടുക്കുക, ആ പണി നീ എടുക്കുവോ? അവിടെ ഇപ്പൊ കണ്ടില്ലേ, ആ ഒരു വെള്ളം പുറത്തേക്ക് പോകണ്ടേ, കുറച്ചുകൂടി വെള്ളം ഒഴിക്കണമുണ്ട്. എടുത്തിട്ട് വാ.
എന്തോരം വെറൈറ്റി വീഡിയോസ് ഓരോരുത്തർ ഇറക്കുന്നത്. അതിനാണെങ്കിലും ഒട്ടുക്കത്തെ അറിയിച്ചു. നമ്മളൊരു വീഡിയോ ഇട്ടാൽ തിരിഞ്ഞു നോക്കാൻ പോലും ഇവിടെ ആരുമില്ല. എന്താ കുട്ടിയെ ഒറ്റയ്ക്ക് ഇരുന്ന് പരാധീനത പറയാ? ചുമ്മാ ഓരോ അവസ്ഥകൾ പറഞ്ഞതാ അമ്മാവാ. അല്ല, അമ്മാവൻ ഇത്രയും തുണിയൊക്കെ ആയിട്ട് എങ്ങോട്ട് പോവാ? അതെ, ഇത് നീ എനിക്കൊന്ന് തേച്ച് തരണം. പദയാത്രക്ക് പോവാനുള്ളതല്ലേ? പദയാത്രക്കാ? അല്ല, അതിനെന്തിനാ ഇത്രയും ഡ്രസ്? 3-4 ദിവസം എടുക്കില്ലേ? അതെ, ഞാൻ തേച്ചൊക്കെ തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തേക്കലാ. എന്താ കുട്ടി എങ്ങനെയൊക്കെ പറഞ്ഞ? അതിനുള്ള പ്രായമൊന്നും എനിക്ക് ആയിട്ടില്ലേ. അമ്മാവ് ചുമ്മാ വായി തോന്നി പറയല്ലേ. ഞാൻ തട്ടിപ്പോവെന്നല്ല പറഞ്ഞത്. പിന്നെ അതെ, ഇനി അമ്മാവന്റെ കല്യാണം കഴിഞ്ഞാലേ ഈ തുണിയൊക്കെ രാധികമ്മയെ കൊണ്ട് തേപ്പിക്കാലോ. രാധികമ്മായി അതൊക്കെ അപ്പോഴല്ല, അത് നമുക്ക് ആലോചിക്കാം. ഇപ്പൊ തൽക്കാലം നീ ഇതൊന്ന് തേച്ചായോ? ഇതൊരു ലാസ്റ്റ് ആട്ടോ. അങ്ങനെയൊന്നും പറയണ്ടാന്നേ. അപ്പൊ നോക്കാനോ അവസരം കിട്ടിയാലോ ചിലപ്പോ പറയാൻ പറ്റില്ല. പങ്കമ്മാവന്റെ ഡ്രസ്സ് തയ്ക്കാന്ന് പറയുന്നത് നിസ്സാര കാര്യല്ല. നിസ്സാര കാര്യമില്ല, വലിയ കാര്യം തന്നെയാ. അതെ, ഇതൊക്കെ തേക്കാന്ന് പറഞ്ഞ വലിയ പണി തന്നെയാ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ നാളെ ഒരു മന്ത്രി ആയാൽ നിനക്ക് ധൈര്യമായിട്ട് പറയാലോ, മന്ത്രിയുടെ ഡ്രസ്സ് വരെ തേച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഇപ്പോഴും ഞാൻ തന്നെ തേച്ചോണ്ടിരിക്കുന്നത്. പറയാം. ഇതെന്താ ഉത്തമൻ ഈ വഴിക്ക് എവിടുന്ന നീ? അതെ, ഞാൻ ആ അടുക്കള എടുത്ത് ഭയങ്കര സ്മെല്ല്, എലിയത്ത് കിടക്കണ്. പിന്നെ അതിനെ കൊണ്ട് കുഴിച്ചും കൂടിയൊക്കെ സെറ്റാക്കിട്ട് വന്നാ. അപ്പൊ ഇപ്പോഴും ഈ വീട്ടിൽ എലിയൊക്കെ ചാവുണ്ടോ? എന്തായിരുന്നു ഈ വീട്ടിലൊരു എലിയോ പൂച്ചയോ പൂമ്പാറ്റ ചത്ത വരെ എന്റെ ജാതക പ്രശ്നം കൊണ്ടെന്നാ പറഞ്ഞിരുന്നേ. ഇത് എന്ത് മണ്ടത്തരായി പറഞ്ഞത്? എലി ചാവണത് എലിയുടെ ജാതക പ്രശ്നം കൊണ്ടാ? അത് വിട്ടുകൾക്ക് പറഞ്ഞാ മനസ്സിലാവണ്ടാ. അമ്മാവന്റെ പറച്ചിൽ ഇടത്തൊന്നുമല്ല, ഞാനാ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയെന്ന്. അമ്മയല്ലേ ഇതൊക്കെ പറഞ്ഞേ? ആരായാലും അമ്മായിയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പേടിയുള്ള ആളാ. പിന്നെയാണ് എനിക്ക് ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഒരു പേടിയില്ല. എന്ത് കാര്യം മുഖത്ത് നോക്കി പറയാൻ എനിക്കൊരു മടിയില്ല. ഒത്തമ അതെ അമ്മാവാ, ഇത് ഞാൻ നാളെ രാവിലെ തേച്ചാ മതിയോ? കുട്ടിയെ നാളേക്കായി അത് സമയത്തിന് തരില്ല. നീ ഇപ്പൊ തന്നെ തേക്കാൻ നല്ലത്. ഇവിടെ നോക്കിയേ, 200 രൂപ ചെലവാ എനിക്ക് പുറത്തു കൊണ്ടുപോയി തേക്കണേ. അതും ഞാൻ നിന്നോട് തന്നെ കടം മേടിക്കണ്ടേ? അതാ നീ തന്നെ തേച്ചോന്ന് പറഞ്ഞേ. നീ അല്ലേ തേക്കണ ശരിക്ക്, അമ്മാവ് നിനക്കട്ടാ തേക്കണത്. ഉത്തമേട്ടാ, ഞാൻ എന്താ ഇത് കൊണ്ടുപോയി തേക്കട്ടെ? ഭാവി മന്ത്രിയുടെ ഡ്രസ്സാ. കൊണ്ടിയില് ഓരോ ഷർട്ടും തേച്ചിട്ട് ഓരോ സല്യൂട്ട് അടിക്കണേ. ആയിക്കോട്ടെ, ചെല്ല്. ഈശ്വരാ, ഇവരുടെ ഈ കളിയാക്കലിന് എപ്പോഴെങ്കിലും എന്നൊന്ന് മന്ത്രി ആക്കണേ. ഉത്തമ എന്തോ തന്നെ എന്തായി നിന്റെ പ്ലാനിങ്? ഇപ്പൊ വേണ്ടെന്നാ തീരുമാനം. അതെന്താ അങ്ങനെ? ഇല്ല, മരുതാൻ പറഞ്ഞ 3-4 വർഷം കഴിഞ്ഞിട്ട് മതി കുഞ്ഞുങ്ങളൊന്നും. അതല്ല, പിന്നെന്താ? നീ എന്താ എന്റെ കല്യാണം മുടക്കൊന്നും അല്ലെങ്കിൽ നിനക്ക് ഉറക്കം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അല്ല, അതിന്റെ ഗ്രൗണ്ട് വർക്ക് നടക്കുന്നുണ്ട്. എന്തായാലും അമ്മാവൻ പദയാത്രക്ക് പോയിട്ട് വാ, അപ്പത്തേക്ക് ഏകദേശം ഒരു തീരുമാനമാവും. എന്റെ കല്യാണമൊക്കെ മുടക്കണമെങ്കിൽ ഒരു ഗഡ്സ് വേണ്ട. അതൊന്നും എന്നെ പോലുള്ളവർക്ക് പറ്റില്ല. അതിനൊക്കെ ആൺകുട്ടിയായിട്ട് ജനിക്കണം, ആൺകുട്ടിയായിട്ട്. നീ ശ്രമിച്ചു നോക്ക്, അറിയാലോ നടക്കുമെന്ന്. ഒരു ചുക്കും നടക്കില്ല. സുലോചന വടക്കും മുറി. ഞാൻ അടുത്താറമ്മേ. ഇനി വിലാസിന് എഴുതിയാ? വിലാസിനൊക്കെ ആദ്യമേ എഴുതി. അടുത്ത പറയമ്മേ. എടി ഒന്ന് ആലോചിക്കട്ടെ. അമ്മേ, മലപ്പുറത്തെ എന്റെ ഉമ്മാന്റെ ഒരു ഇളയമ്മയുണ്ട്, അവരുടെ പേര് എഴുതട്ടെ. ഉമ്മാടെ ഇളയമ്മയുടെ പേര്? മോളെ, അങ്ങനെ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ കുമാരിയുടെ കുഞ്ഞമ്മയുടെ പേരെഴുതേണ്ടി വരും. പിന്നെ ദേവികയുടെ ആൾക്കാരുണ്ടാവും. അങ്ങനെ ആള് വന്നാൽ കുറെ കൂടും. അത്രയ്ക്ക് ആൾക്കാരൊന്നും നിശ്ചയത്തിന് വേണ്ട. നമുക്ക് കല്യാണത്തിന് വിളിക്കാടി. എന്റെ അമ്മ, ആള് കൂടുതൽ നല്ലല്ലേ? കൊട്ടിലപ്പാട്ട് നല്ല ബന്ധുവെല്ലാം ഉണ്ടെന്ന് എല്ലാരും മനസ്സിലാക്കട്ടെ. അയ്യടി എടി, കൊട്ടിലപ്പാട്ടുകാർക്ക് ബന്ധുവെല്ലാം ഉണ്ടെന്നേ അഞ്ചുമനക്കാർക്ക് നന്നായിട്ട് അറിയാം. അതിന് ഇവിടുന്ന് ആളെ കൂട്ടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ. അവസാനമേ ആള് കുറഞ്ഞു പോയെന്ന് പരാതി കേൾക്കാനിടയാവരുത്. അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് നമുക്ക് കല്യാണത്തിന് തീർക്കാം. എല്ലാരെയും വിളിക്കാം.
ഇതിപ്പോ എന്റെ ലിസ്റ്റാണ്. ഇനി അച്ഛന്റെ വക ലിസ്റ്റ് ഉണ്ടാവും, പിന്നെ അപ്പുണ്ണിയുടെ കൂട്ടുകാരുണ്ടാവും, പങ്കിയുടെ ആൾക്കാരുണ്ടാവും. അതൊക്കെ കൂടെ വരുമ്പോ കുറേ പേരാവോടി. അത്രയും പേരൊക്കെ ആയിട്ട് എങ്ങനെ നമ്മൾ നിശ്ചയത്തിന് പോവാ? മോശല്ലേ അതൊക്കെ? കല്യാണത്തിന് നമുക്ക് പൊളിക്കാം. ആ അതെ, ആ ഉമ്മയും പാപ്പയും വിളിക്കോ? പോണേ അവിടുന്ന്. അവരെ വിളിക്കാണ്ട് പിന്നെ ആ എന്നാ പിന്നെ ബാക്കി പറ. ബാക്കി എടി വനജേനെ വിളിക്കണ. വനജേച്ചിനെ? അല്ല അമ്മ അയൽക്കൂട്ടത്തിലെ ബാക്കിയുള്ളവരെ വിളിക്കുന്നുണ്ടോ? ഇല്ല. ആ അപ്പൊ പിന്നെ പ്രശ്നമാവില്ലേ വനജേച്ചിനെ മാത്രം വിളിച്ചാ? പിന്നെ അയൽക്കൂട്ടത്തിൽ അടുത്തത് അതായിരിക്കും വിഷയം. പിന്നെ തമ്മിത്തല്ലായി, അടുത്ത അക്കുവരം പൊട്ടിക്കലായി, ആകെ വിഷയാവേ. അയ്യോ അയ്യോ, എന്നാ വേണ്ട, വനജ വിളിക്കണ്ട. ആ അമ്മേ, വനജേച്ചിയോട് കാര്യം പറഞ്ഞാ മതി. വേണമെങ്കിൽ നിശ്ചയം കഴിയുമ്പോ നമുക്ക് പായസം കൊണ്ട് കൊടുക്കാം. എവിടുന്ന്? അവിടുന്ന് പായസം എടുത്തോണ്ട് കൊടുക്കാനാ? അയ്യേ, എന്തൊക്കെയാ പെണ്ണ് പറയണേ? എന്താ, നിശ്ചയത്തിന് അങ്ങോട്ട് പോകുമ്പോ ഒരു തൂക്കുപാത്രം കൊണ്ടുവന്നു, അതില് പായസം നിറച്ച് തിരിച്ചു കൊണ്ടുവരുന്നു. അയ്യേ, ഇവിടുന്ന് പോകുമ്പോ തൂക്കുപാത്രമായിട്ട് പോവാനാ? എന്തൊക്കെയാടി നീ പറയണേ? എന്താ അമ്മേ, ഇതൊന്നും അമ്മ ചെയ്യണ്ട, ഇതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. പങ്ക്യാമനെ രാത്രി കുടിക്കാനാന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നോളാം. എന്റെ ദൈവമേ, എടി തൂക്കുപാത്രം കൊണ്ടൊന്നും നിശ്ചയത്തിന് പോകുമ്പോ ഇറങ്ങാണ്ടിരിക്കോട്ടാ. മോശമാണ് അതൊക്കെ. എന്ത് മോശം? ബന്ധുക്കളാവുന്നല്ലേ? അയ്യേ, അങ്ങനൊന്നും ചെയ്യാണ്ടിരിക്കോട്ടാ. ആ എന്നാ വേണ്ട. ആ അമ്മ അടുത്ത ആളുടെ പേര് പറയുന്നു. ആലോചിക്കട്ടെ. ചേച്ചി എന്നാ ഞങ്ങളങ്ങോട്ട് ഇറങ്ങട്ടെ കേട്ടോ. എങ്ങോട്ടാടാ? ഏയ് പദയാത്രക്ക് പോലെ. എടാ പങ്കിയെ, നീ ഈ പദയാത്ര എന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് നാട്ടിലെ അഴിമതി വല്ലതും കുറയോ? അങ്ങനെ എല്ലാവരും ചിന്തിച്ചാൽ ഈ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരുവോ? മറിച്ച് ചിന്തിക്കുന്ന ഞങ്ങളെപ്പോലുള്ള കുറച്ചുപേരെങ്കിലും വേണ്ടേ? ആ അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. പദയാത്രയും കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരണോട്ടാ. എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ 2-3 ദിവസം എടുക്കും. ഇത് കണ്ട നീ? ഇതെന്താ, കേബിളിന്റെ കാശ് കിട്ടാനുള്ള ലിസ്റ്റാണോ? അയ്യോ, ഇതൊന്നല്ല പങ്ക്യാമ്മ. പങ്ക്യാമ്മന്റെ നിശ്ചയത്തിന് പോകാനുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എഴുതുക. അതുവരെയൊക്കെ എത്തിയോ കാര്യങ്ങള്? ആ നീ വല്ലതും അറിയുന്നുണ്ടാ? അല്ലെങ്കിൽ നീ എന്തെങ്കിലും അറിയണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ലടാ. അതെ, ചടങ്ങിന് കൃത്യസമയത്ത് നീ ഒന്ന് ഇരുന്ന് വന്നാ മതി. പങ്ക്യാമ്മ, അമ്മയെപ്പോലൊരു പെങ്ങളെ കിട്ടിയത് പങ്ക്യാമ്മന്റെ ഭാഗ്യാട്ടോ. ആ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഇതേപോലെ ഒരു ചേച്ചിനെ എനിക്ക് കിട്ടിയത് വലിയ ഭാഗ്യം തന്നെയാണ്. ആ എന്താണ് നീ അങ്ങനെ പറഞ്ഞത്? ഈ ഭാഗ്യല്ലേ? ഭാഗ്യല്ലേ? അപ്പൊ എന്നല്ലേ ഞാനും പറഞ്ഞോളൂ. ആ കയറി പിടിച്ചോ. കഴിഞ്ഞോ? കുടുംബകാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞോ? നമുക്കൊന്ന് ഇറങ്ങായിരുന്നു. എന്നാ പോവാ നമുക്കൊന്നും കണ്ട. അതെ, ഒരു മിനിറ്റ്. സാറാമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കഞ്ഞിണ്ടോ? പറയണോണ്ട് ഒന്നും തോന്നരുത്. ഈ തോന്നരുത് വെച്ചാ പിന്നെ എന്തിനാ പറയണത്? പറയുമ്പോ എന്തെങ്കിലുമൊക്കെ തോന്നില്ലേ? നീ വിട്ടാണ്ടിരിക്കടാ. നിങ്ങളുടെ പദയാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് സാറമ്മ താമസിക്കാൻ വേറെ സ്ഥലം അന്വേഷിക്കണം. ഇവിടെ താമസിക്കാൻ പറ്റില്ല. അതെന്താ? കല്യാണം ഉറപ്പിച്ച ഒരു ചെറുക്കനാണ്. അവനിവിടെ ഉള്ളപ്പോ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത് ശരിയല്ല. ചുറ്റിത്തിരിയാനോ? നിങ്ങൾ പറഞ്ഞ വാടകയും തന്ന് എഗ്രിമെന്റും സൈൻ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ കാലാവധി കഴിയാതെ ഞാൻ ഇവിടെ ഇറങ്ങുന്ന പ്രശ്നമില്ല. വാടകയുടെ എഗ്രിമെന്റിന്റെ കാര്യമൊന്നും സാറമ്മ പറയണ്ട. എന്തെങ്കിലും നഷ്ടപരിഹാരം വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് തന്നോളാം. എന്നാലും ഈ ചെറുക്കൻ ഇവിടെ ഉള്ളപ്പോ നിങ്ങൾ ഇവിടെ താമസിക്കുന്നത് ശരിയല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ആദ്യം ഇപ്പൊ പറഞ്ഞ കാര്യത്തിന് പോയിട്ട് വരും. അതിനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ ചേച്ചി. ഞങ്ങൾ യാത്ര ഒന്ന് പോയി വരട്ടെ. അപ്പൊ യാത്ര പോയി വന്ന ശേഷം എന്നോട് ഇറക്കി വിടാന്നാണോ? കാലാവധി കഴിയാൻ മാഡം, ഞാൻ ഒരു കാര്യം പറയട്ടെ. ആദ്യം പോയിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുമോ നോക്കട്ടെ, എന്നിട്ട് വേണല്ലോ കല്യാണം. അതാദ്യം നടക്കട്ടെ. പറഞ്ഞ കാര്യം നടക്കട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാലോ. ഇതിന് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ ഈ പരിപാടിക്ക്. ഇനി വന്നിട്ട് പോവാലോ. നടക്ക്. കാലാവധി കാല് കടന്നിട്ട് പോയി അങ്ങോട്ട് നടക്കുക. പോവാ പോട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, കാലാവധി കഴിയാതെ ഞാൻ ഇറങ്ങത്തില്ല കേട്ടോ. അതീന്ന് ഇത് ഇപ്പോഴത്തെ ചൂടിൽ പറയണല്ലേ. ഇപ്പൊ തൽക്കാലം നമുക്ക് പോയിട്ട് വരാന്നേ. കാറെന്തേ? ഏത് കാറ്? പിന്നെ കാറിലല്ലേ നമ്മൾ പോകേണ്ടത്? അല്ല, നമ്മൾ പദയാത്രക്ക് പോലെ നടന്നിട്ടല്ലേ? പദയാത്ര തുടങ്ങുന്ന ആ ജംഗ്ഷനിൽ നിന്നല്ലേ അവിടുന്ന് നടന്നാ പോലെ ഇവിടുന്ന് അങ്ങ് നടന്നു പോണോ? അതെ, ഞാൻ സാറാമ്മേടത്തിന് നടക്കാൻ നല്ല താല്പര്യമാവെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വണ്ടി. ഇയാളോടൊക്കെ ഒരു കാര്യം പറഞ്ഞ് ഓട്ടോറിക്ഷ കിട്ടും നോക്കാം. ബോധവും ഇല്ല, പൊക്കണോ ഇല്ല, കൊണ്ട് നടക്കാം. എന്താ കൊണ്ട് നടക്കണം? ഞാൻ എന്ത് അമ്മേ, സാറമ്മ മേഡം ശരിക്കും ഇവിടുന്ന് മാറണോ? പിന്നെ മാറണ്ടേ? അല്ല, മേഡം പറഞ്ഞ പോലെ എഗ്രിമെന്റ് ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ പെട്ടെന്ന് അമ്മ അങ്ങ് മാറാൻ പറഞ്ഞാൽ മാറുവോ? എഗ്രിമെന്റ് തേങ്ങാകൊല ഞാനാണ് തീരുമാനിക്കുന്നത്. ഓ എഴുതാൻ നോക്ക്. പറ.
വാ എടീ ഇത് എങ്ങോട്ടാണ് ഈ വലിച്ചോണ്ട് പോകുന്നത്? അപ്പച്ചി പറയാം, വായോ. എന്താ ഷാഹിന കാര്യം? അമ്മ പറയാന്ന് പറഞ്ഞില്ലേ, ഇങ്ങോട്ട് വാ. പറ പിന്നെ. ഒന്ന് നിക്ക്. ആ കൊണ്ടുവാ അപ്പച്ചി ഇരിക്കാം. അമ്മ ഇരിക്ക്. ആ ഇരുന്നു. എടി മരുതകൊക്കെ എവിടെ? ചേച്ചി ഞാൻ അക്കയെ വിളിച്ചതാ, പക്ഷെ എന്തോ ഒരു താല്പര്യമില്ലായ്മ പോലെ. വരാന്നൊക്കെ പറഞ്ഞു. ആ ഇനി വിളിച്ചില്ല എന്ന് പറയരുത്, അത്രേ ഉള്ളൂ. എന്താടി കുമാരി, എന്താ ഷാഹിന കാര്യം? ചേച്ചി പറ. അതായത് നമ്മുടെ പങ്കിയാമന്റെ വിവാഹ നിശ്ചയം തീരുമാനിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്റെ പൊന്നി ചേച്ചി ഒന്ന് മര്യാദക്ക് പറ. ആ വലിച്ചു നീട്ടണ്ട, ചുരുക്ക്. അതായത് അമ്മേ, പങ്കിയാമന്റെ വിവാഹ നിശ്ചയം തീരുമാനിച്ചല്ലോ. ആ നിശ്ചയത്തിന് ഇനി അധിക ദിവസങ്ങളില്ല. ആ അപ്പൊ നമ്മൾ എങ്ങനെയാണ് പോണേന്നൊക്കെ ഒന്ന് തീരുമാനിക്കണ്ടേ? അതിപ്പോ തീരുമാനിക്കാൻ അയാള് വണ്ടി പിടിച്ചങ്ങ് പോകണോ? അതല്ല, എന്താ ഒന്നും ഉടുക്കണ്ടേ പോവാൻ? പിന്നെ ഉടുക്കാതെ പോകാൻ പറ്റുമോ പെണ്ണേ? ആ അപ്പച്ചി പറഞ്ഞാണ് കാര്യം. അപ്പൊ എന്തെങ്കിലും ഉടുക്കണല്ലോ, അതിന് ഡ്രസ് എടുക്കണ്ടേ? എന്റെ കുമാരി, ഇത് നിശ്ചയല്ലേ, ഇതിന് നമുക്ക് ഉള്ള ഡ്രസ്സൊക്കെ ഇടാം. കല്യാണത്തിന് പുതിയ ഡ്രസ്സ് എടുക്കാം.